ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്ന വിഷയം എന്ന് വെച്ചാൽ, സ്ത്രീധനം ശാപമാണോ നല്ലതാണോ, ഇതിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത്. സ്ത്രീധനം എപ്പോഴും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ശാപം തന്നെയാണെന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം നമ്മളെല്ലാവരും കുറച്ച് കാലമായിട്ട് സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ പല പെൺകുട്ടികൾ മരണമടയുന്നതും അതിൽ പ്രധാന ഘടകം വഹിക്കുന്ന ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ ഫാമിലിയും ഭർത്താവും തന്നെ ആയിരിക്കും. പക്ഷെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു വശത്ത് അതിലൊരു ഘടകം വഹിച്ചിരിക്കുന്ന സ്വന്തം രക്ഷകർത്താക്കൾ തന്നെയാണെന്ന് ഞാൻ എടുത്തു പറയാം. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ പെൺകുട്ടികളെ നമ്മൾ കെട്ടിച്ചു വിടുന്നത് ഇത്രയും സ്ത്രീധനം കൊടുത്തോ ഒന്നുമല്ല, ഒരിക്കലും. അവർക്ക് സന്തോഷം സമാധാനമായ ഒരു ജീവിതമാണ് നമ്മൾ നൽകേണ്ടത്. അല്ലാതെ ഈ കഴുത്ത് നിറച്ച് പൊന്നും കൈ നിറച്ച് വളയും ഒന്നും വിട്ടുകൊടുത്തിട്ട് നമുക്ക് അവർക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒരിക്കലും നൽകാൻ പറ്റത്തില്ല. കാരണം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, ഈ കുറച്ച് കാലമായിട്ട് സോഷ്യൽ മീഡിയ വഴി നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യങ്ങൾ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഏതെല്ലാം കുടുംബത്തിലാണ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടിരിക്കുന്നതെന്ന്. ഇപ്പോൾ 2 ദിവസം നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടിരിക്കുന്നതാണ് ഷാർജയിൽ നടന്നൊരു സംഭവം. കാരണം അയാളൊരു പക്ക ക്രിമിനൽ തന്നെയെന്ന് പറയാം, എന്തുകൊണ്ടായാലും പറയാം. തീർച്ചയായിട്ടും അയാൾ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ട്. സ്വന്തം ഭാര്യയെ അടിക്കാൻ കസാര പൊക്കുന്നു, കത്തി കൈവച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്ന് പല 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 ഫോട്ടോസാണ് ഇപ്പോൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കാം, ഞാൻ ആ പെൺകുട്ടിയുടെ രക്ഷകർത്താക്കളോട് ചോദിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മക്കളും നിങ്ങളുമായിട്ട് എന്താ ഒരു സംസാരം ഇല്ലയോ? കാരണം ഇപ്പം നമ്മുടെ മക്കൾക്ക് നമുക്ക് എന്തെങ്കിലും പറ്റില്ല, അവർ തീർച്ചയായിട്ടും അവർ നമ്മളോട് ഷെയർ ചെയ്യും. ഒന്നെങ്കിൽ അത് ആ കുട്ടി അമ്മയോട് പറയും, ഇല്ലെങ്കിൽ അച്ഛനോട് പറയും, ഇല്ലെങ്കിൽ ആ വീട്ടിൽ ഏറ്റവും അടുപ്പം ആരാണോ അവരോട് ഇത് ഷെയർ ചെയ്യും. എന്തുകൊണ്ടിത് നിങ്ങളിത് അറിഞ്ഞിട്ടും ഇത് അറിയാത്ത രീതിയിൽ നിങ്ങൾ നടിച്ചു? അന്നേരം നിങ്ങളും ആ കൊലപാതകത്തിന് ഉത്തരവാദികൾ തന്നെയെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. ഇതിൽ നിങ്ങൾ തന്നെ ആർക്കെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും ഉള്ളത് തന്നെ പറയും. ഞാനും ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്. എൻ്റെ മകൾ ഇഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കൂടെ പോയി ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇന്നും അവളുടെ ജീവിതം സേഫ് അല്ലെന്ന് ഞാൻ എവിടെയും പറയും, തീർച്ചയായിട്ടും പറയും. എൻ്റെ മകളുടെ ജീവിതം സേഫ് അല്ല. അവൾക്കത് മനസ്സിലാകുമ്പോഴത്തേക്ക് ജീവിതത്തിൽ നിന്ന് എല്ലാം കൈവിട്ട് പോയിരിക്കും. ഇപ്പം കാണുന്നതല്ല മുന്നോട്ടുള്ള ഓരോ ജീവിതങ്ങൾ. ഇപ്പം നോക്കുമ്പോൾ എന്താ കറങ്ങുന്നു വരുന്നു, അതൊക്കെ അവളൊരു ഫാൻറ്റസിയിലാണ് അവളിപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ അതെല്ലാം മാറി ജീവിതത്തിലോട് കടക്കുന്നൊരു ടൈം വരും. അപ്പോൾ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ബാക്കിലൂടെ തിങ്ക് ചെയ്യും. അപ്പം ചെയ്തതെല്ലാം തെറ്റാന്നുള്ളത് ഒരു തിരിച്ചറിവ് ലൈഫിലുണ്ടാവും. എന്ന് വെച്ചൊരു കോടീശ്വരനെ കല്യാണം കഴിച്ചു കൊടുക്കണോ ഒന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അവളെ പോറ്റാനുള്ള കഴിവ് ഒരു വ്യക്തിക്ക് ഉണ്ടാവണം. എൻ്റെ മകളെ പൊന്നു പോലെ നോക്കാനുള്ളൊരു കഴിവ് അവളെടുത്ത പാർട്ട്ണർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ആ വ്യക്തിക്ക് അതുണ്ടോയെന്ന് ഇന്നും എനിക്ക് ഉറപ്പില്ല. ഉള്ളത് ഞാൻ പറയല്ല, അതിന് ഞാൻ ആര് കണ്ടാലും കണ്ടില്ലെങ്കിൽ ഞാൻ ഉള്ളതുപോലെ തന്നെ പറയും. എനിക്കതിലൊരു പ്രശ്നവുമില്ല. എനിക്ക് തോന്നാത്ത കാര്യം തോന്നാത്ത തന്നെയെന്ന് പറയും. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തിനാണ് നമ്മുടെ മക്കൾക്ക് ഇത്രയും സ്ത്രീധനം കൊടുത്ത് വലിയൊരു കൊടും ക്രൂരതയ്ക്ക് നമ്മൾ പോയി സാക്ഷ്യപത്രം ആവുന്നത്? ഇല്ലെങ്കിൽ ഇന്ത്യയിലോ കേരളത്തിലൊക്കെ നിലവിലുണ്ടോ എന്ന് പറയുന്നു സ്ത്രീധനം ഒരു വലിയ ഒരു കുറ്റകരമാണെന്ന്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മിക്ക കല്യാണങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. എന്തും വേണ്ടി സ്വർണം കൊടുത്താണ് ഓരോ പെൺമക്കളെ വേറൊരു വീട്ടിലേക്ക് അയച്ച് കല്യാണം കഴിപ്പിച്ച് വിടുന്നത്. അതിൻ്റെ എന്തിൻ്റെ ആവശ്യം? പാവപ്പെട്ടവരാണെങ്കിൽ കടം മേടിച്ച് പെൺമക്കളെ കെട്ടിച്ചു വിടും. അതിലൊന്നോ രണ്ടോ ഭാഗം കുറഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ അവർക്ക് അത്രയും പീഡനം അനുഭവിക്കണം. ഈ ലോകത്ത് സ്ത്രീധനം ചോദിക്കാതെ കല്യാണം കഴിക്കാൻ വരുന്ന ആൺകുട്ടികളില്ലയോ? ചോദിക്കുക, സീരിയസ് ചോദിക്കുക. എന്തിനാണ് ഈ ഒരു ക്രൂരതയ്ക്ക് നമ്മളായിട്ട് നിന്ന് കൊടുക്കുന്നത്? ഒരിക്കലും ചെയ്യാൻ പാടില്ല സഹോദരങ്ങളെ. കാരണം നമ്മളിപ്പോൾ ഈയിടെ എല്ലായിടത്തും കണ്ടത്, നിങ്ങൾ ആലോചിക്കണം, കുറേ കാലത്തിന് മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു പാമ്പടിച്ച പെൺകുട്ടി. അവളെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതെത്ര ദയനീയമായ മരണം ആ കുട്ടി അനുഭവിച്ചത്. ആ വീട്ടിലെ ഇവർക്കറിയാമായിരുന്നു സ്വന്തം മകൾക്ക് ഇങ്ങനൊരു ദുരന്തം അവൾ അനുഭവിക്കുന്നുണ്ടെന്ന്. തീർച്ചയായും ഇവരിങ്ങനെ പൈസ ഈ ഫാമിലി ചോദിക്കും, പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. എന്തിനാണ്? മകളവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ. അവിടെ സന്തോഷമായിട്ട് അവളെ ജീവിച്ചോ? ഇല്ലെങ്കിൽ കണ്ടോ ഇവർ കണ്ടോ അവൾ സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു ദിവസമെങ്കിലും? കണ്ടിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും ആ കുട്ടിയുടെ അനുഭവങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. അത് കഴിഞ്ഞ അച്ഛനമ്മ മതിയെന്ന് പറയുന്നത് അവൻ്റെ വീട്ടുകാർക്ക് ഞങ്ങളിങ്ങനെ പൈസ കൊടുത്തുകൊണ്ടേയിരുന്നു എന്ന്. എന്തിന്? നിങ്ങളുടെ കൂടെ ആ കുട്ടി ജീവിക്കുമായിരുന്നു, അവൾ എത്ര സന്തോഷവതിയായിട്ടിരുന്നതിനായിരുന്നു. അതും നിങ്ങൾ കണ്ടില്ല. പിന്നെ അടുത്തൊരു കേസ്, ഒരു നല്ല ഡോക്ടർ പഠിച്ചൊരു പെൺകുട്ടിയാണ്. അതനുഭവിച്ച എന്തെല്ലാം കഷ്ടതകളാണ്. എന്നിട്ട് അത് സ്വന്തമായിട്ട് അതിൻ്റെ ജീവനൊടുക്കി.
അതിനും ആ ഒരു ഫാമിലിയും അവൻ്റെ ഫാമിലിയും അവളുടെ ഫാമിലിയും അതിൽ ഉൾപ്പെട്ട ആൾക്കാർ തന്നെയാണ്. സ്വന്തം മക്കൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളെല്ലാം സ്വന്തം വീട്ടുകാരോട് തുറന്നു പറഞ്ഞാൽ അഭിമാനത്തിൻ്റെ പുറത്ത് അവരെ സ്വന്തം വീട്ടിൽ ഒരു ആശ്രയം കൊടുക്കാതിരിക്കും. പിന്നെ വന്ന് അവർ പോയതിന് ശേഷം പിന്നെ സോഷ്യൽ മീഡിയ വന്ന് എൻ്റെ മകളോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു, എൻ്റെ മകൾ ഇങ്ങനെ ആയിരുന്നു, ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തർത്ഥമാണ് അതിലുള്ളത്? അതെനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഇപ്പോൾ റീസെൻ്റ് മരിച്ച കുട്ടിയുടെ അച്ഛനും വന്നിരുന്നു സോഷ്യൽ മീഡിയ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ മകൾ പൊന്നായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ചെമ്പനോട് സ്വന്തം മകളെ പറഞ്ഞു വിടില്ലായിരുന്നു. എന്നെ ഇനി ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ ഇതിന് പ്രതികരിക്കുമെന്ന് വെച്ചാൽ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിലെനിക്ക് ഒരു പ്രശ്നവുമില്ല. തീർച്ചയായിട്ടും പറയാണ്. എന്താ അവൻ ചെമ്പല്ലായിരുന്നോ? ആ ചെമ്പിനൂടെ അല്ലേ സ്വന്തം മകളെ കെട്ടിച്ചു വിട്ട? ഇല്ലെങ്കിൽ അവൾ ഇത്രയും നമ്മുടെ രാജ്യം വിട്ട് വേറൊരു രാജ്യത്തിൽ പോയി ജീവിക്കുന്നു. എന്തായാലും അവൾ ഡെയിലി സ്വന്തം അച്ഛനമ്മയെ ഫോൺ ചെയ്യുവേ. അവളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചാൽ ഓടിയും പുറത്താണ്. അവൾ അതിലും എന്ത് വിഷമത്തോടെയാണ് പറയുന്നത്? അത് സ്വന്തം അച്ഛനമ്മയെ അറിയാമെങ്കിൽ സ്വന്തം അച്ഛനമ്മയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പെൺമക്കളും ഇന്ന് ഇത്രയും വലിയൊരു ക്രൂരതയ്ക്ക് ആകില്ലായിരുന്നു തന്നെ ഞാൻ പറയും. ഉറപ്പായിട്ടും ഒരു മക്കളും ഈ ഇത്രയും വലിയൊരു ക്രൂരതയ്ക്ക് ആവില്ലായിരുന്നു. നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുന്ന കണക്ക് ഈ ലോകത്ത് ഒരു മനുഷ്യരും ശ്രദ്ധിക്കില്ല. ഇപ്പം ഇത്രയും സ്വർണം കൊടുത്ത് വിട്ടിട്ട് അവരവിടെ ജീവിതത്തിൽ സുരക്ഷിതരായിരുന്നോ? ഒരിക്കലുമല്ല. അല്ലെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും അവരവിടെ സുരക്ഷിത അല്ലായിരുന്നു. നോക്കുക, ആ കുഞ്ഞിന് വരെ അത് അപകടം പറ്റി. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അന്നേരം എത്ര വേദന അനുഭവിച്ചിട്ടാണ് ഒരു കുട്ടിയുടെ ജീവിതം അത് ഇല്ലാതാവുന്നത്. അതെ, ഒരു പെൺകുട്ടി അവളുടെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവളവിടെ അവസാനിച്ചു എന്നല്ലേ? ഒരിക്കലും ഒരു പെൺകുട്ടികളെ നമ്മൾ ആ രീതിയിൽ കൊണ്ട് ചിന്തിപ്പിക്കാതിരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ കല്യാണം ആലോചിക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള രാക്ഷസകന്മാരെ തിരിച്ചറിയാൻ നമ്മൾ പഠിക്കണം. ഒരു ബാധ്യത തീർത്ത് വിടുന്നതൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ തീർത്ത് വിടരുത്. അവരുടെ കുലവും കാര്യങ്ങളും ഒരു 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 2 തലമുറയ്ക്ക് ബാക്കെങ്കിലും പോയി ഇവരുടെ പാരമ്പര്യം തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കാണുന്ന മനുഷ്യരെ എല്ലാം മുഖംമൂടികളാണ്. കാണുമ്പോൾ ഭയങ്കര ഒലിപ്പിയിൽ, അയ്യോ മോന് മോള് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒലിപ്പിയിൽ നടത്തും. ഒരിക്കലും അങ്ങനെ അല്ല. മനുഷ്യരങ്ങനെ അല്ല. നമ്മുടെ മക്കൾ ചെന്ന് കയറി ഒരു 6 മാസം കഴിയുമ്പോൾ അറിയാം ഈ ഫാമിലിയുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന്. അത് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മുടെ മക്കളെ നമ്മൾ തിരിച്ചു കൊണ്ട് വന്നേക്കണം. ലോകം എന്താണെന്നോ നാട്ടുകാരെന്താണെന്നോ ചിന്തിക്കാൻ നിൽക്കരുത്. കാരണം ഒരു ജീവനാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതെപ്പോഴും നിങ്ങൾ ചിന്തിക്കുക. എന്ത് ചിറക് വെച്ച് പറക്കണമെന്ന് വിചാരിച്ച പെൺകുട്ടികളായിരിക്കും. അവർക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടായിരിക്കും ഈ ലോകത്തവർക്ക്, എന്തെല്ലാം ആഗ്രഹങ്ങൾ കാണും. അതെല്ലാം അവസാനിപ്പിച്ച് അവരങ്ങ് പോവുകയെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്നതാണോ? എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. സീരിയസ്ലി പറയാം, ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം എന്നെയും അതേ കണക്ക് എൻ്റെ അമ്മ കുറേ സ്വർണം കൊടുത്ത് കെട്ടിച്ച് വിട്ടതാണ്. എന്നിട്ട് ഞാൻ ആ വീട്ടിൽ ചെന്ന് 3ൻ്റെ അന്ന് പോലെ അറിഞ്ഞു ഇവർക്ക് എന്തിനകത്തോടാണ് കണ്ണെന്ന്. തീർച്ചയായിട്ടും. അപ്പം ഇനി നമ്മൾ മരിച്ചുപോയ ആൾക്കാരെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അത് പറയാനും ആളല്ല. അപ്പോൾ എന്താ പറയുക, എപ്പോഴും പറയില്ല നമ്മൾ ചത്ത കുഞ്ഞിൻ്റെ ജാതകം വായിക്കരുതെന്ന്. സത്യം തന്നെയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഇനിയെങ്കിലും ഉള്ള അച്ഛനും രക്ഷകർത്താക്കളോടും അച്ഛനോടും അമ്മയോടാണ് ഞാൻ പറയുന്നത്, സ്വന്തം മക്കളെ കെട്ടിച്ചു വിടുമ്പം അവരുടെ ദുഃഖവും സങ്കടവും എന്താണെന്ന് നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് അവിടെ ഒരു പാഴ്ച ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. അത് ചെയ്യാതെ അവരെ വീണ്ടും മരണത്തിലേക്ക് വിട്ടുകൊടുത്ത് അവർ മരിച്ചതിന് ശേഷം വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു അവരങ്ങനെ ആയിരുന്നു അവരിങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. ഒരിക്കലുമില്ല. ഒരു വർഷം വരെ നമുക്ക് അവരുടെ മേൽ കണ്ണ് വേണം. തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അതിലെന്താ ഒരു തെറ്റുള്ളത്? ഇപ്പോൾ പോയത് ആർക്കാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. അവർക്കെന്താണ്? അവർക്കൊന്നുമില്ല. അവർ കുറേ നാൾ കേസും വഴക്കോട്ടെ ഇങ്ങനെ തേരാപ്പാര നടക്കും. അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ഒരാൾ ഇത്ര ഈസി ആയിട്ടാണ് പുറത്തിറങ്ങി വന്നത്. അതാണ് ലോകം. അത് കണ്ടെങ്കിൽ ഇനിയെങ്കിലും അച്ഛനമ്മമാർ മനസ്സിലാക്കുക. സ്വന്തം മക്കളെ കൊണ്ടുവന്ന് ഇങ്ങനെ സ്ത്രീധനം കൊടുത്ത് ഇങ്ങനെയുള്ള രീതികൾക്ക് ബലിയാടാക്കാതിരിക്കുക. അവരെവിടെ ഇരുന്നാലും പഠിച്ചില്ലേ അവരെ വീട്ടിൽ നിർത്ത്. അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വിട്. പഠിക്കുകയാണോ അവർ പഠിച്ച് സ്വന്തം കാലം നിൽക്കട്ടെ. എന്നാലും സ്ത്രീധനം കൊടുക്കരുത്. പഠിച്ചില്ലെങ്കിലും പഠിച്ചാലും ഒരിക്കലും പെൺമക്കൾക്ക് സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ച് വിടുകയേ ചെയ്യരുത്. അവർക്ക് പഠിച്ചാലും വേറൊരു ജോലി കിട്ടിയാൽ അവർക്ക് അവരുടെ പാർട്ട്ണറെ ഹെൽപ്പ് ചെയ്ത് അവർക്ക് പരസ്പരം ജീവിക്കാൻ പറ്റും. അല്ലാതെ കല്യാണം നടത്തി വെച്ചിട്ട് ആഡംബര രീതി കല്യാണം നടത്തി വെച്ചിട്ട് ഓരോ കുടുംബത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്വർണവും മുതലും എല്ലാം കൊടുത്ത് കെട്ടിച്ച് വിട്ടിട്ട് അവത്തങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എന്തെല്ലാം രീതിയിൽ.
പിന്നെയും പിന്നെയും ഇതുങ്ങൾക്ക് ഇവരോടെല്ലാം മുതൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് നനഞ്ഞിടയിലെ ആൾക്കാർ കുഴിക്കുകയുള്ളൂ. അതെപ്പോഴും മനസ്സിലാക്കാം, നനഞ്ഞിടെ എപ്പോഴും കുഴിക്കുകയുള്ളൂ. അല്ലാതെ ഈ ഉണങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ആൾക്കാർ പോയി കുഴിക്കാൻ നിൽക്കുന്നില്ല, പാടാത്. എന്നിട്ട് എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ പെൺമക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. അവരെ നശിപ്പിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കഴുകന്മാർക്ക് സ്വന്തം മക്കളെ കൊണ്ട് കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഗൾഫിലെ ജോലി ഇല്ലെങ്കിൽ നാട്ടിലും പുറത്ത് നമ്മളത് കൺവെട്ടത്ത ഒരാളായിരുന്നെങ്കിലോ? ഇപ്പോൾ മിക്ക ഈ ദുഷ്ടന്മാർക്കെല്ലാം ഇവർക്കെല്ലാം നല്ല സ്ത്രീധനവും മുതലും കൊടുത്തൊക്കെയാണ് ഈ അച്ഛനമ്മമാരും കെട്ടിച്ചു വിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ വന്ന നിലവിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ഈ റീസൺലി ഇപ്പം ഇന്ന് ഞാൻ കണ്ടതാണ്, ഒരു പെൺകുട്ടി ഒരു കൊച്ചിനെയും കൊണ്ട് പുഴയെ ചാടി. അതെത്ര ജീവിതം സഹിച്ചിട്ടാണ്, സ്വന്തം കുഞ്ഞിനെയും കൂടെ വേണ്ടാന്ന് വെച്ചു. അന്നേരം എവിടെയും ഈ സ്ത്രീധനം എന്ന് പറയുന്നത് വലിയൊരു ആപത്താണ്. അത് നിർത്തലാക്കുക. സ്ത്രീധനമല്ല, സ്ത്രീയെ ഒരു ധനമെന്ന് പറയുന്ന അതിൻ്റെ അർത്ഥമുണ്ടെങ്കിൽ തീർച്ചയായിട്ട് ആ ഒരു കാര്യം ഇല്ലാതാക്കുക. സ്ത്രീധനം കൊടുക്കരുത്. ഉള്ളത് കൊണ്ട് അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നെങ്കിൽ ജീവിക്കട്ടെ. ഇല്ലെങ്കിൽ പെൺകുട്ടിയെ വിദ്യാഭ്യാസം ചെയ്ത് കൊടുക്കുക. അവർ നല്ലോണം വിദ്യാഭ്യാസം ചെയ്യട്ടെ, പഠിക്കട്ടെ, അവർ നല്ല ഉയർന്ന ഓരോ പൊസിഷൻ ചെന്ന് ജോലി ചെയ്യട്ടെ. എന്നിട്ട് അവരവരൊരു പാർട്ട്ണറെ കണ്ടുപിടിച്ച് അവർ കല്യാണം കഴിക്കട്ടെ. അതിനെങ്ങും ഒരു തെറ്റുമില്ല. അല്ലാതെ കുട്ടികളെ അങ്ങോട്ട് പ്രായപൂർത്തിയായി വരുമ്പോഴേ കല്യാണം ആലോചിച്ച് അവർ പഠിച്ചുപോയ സമയത്ത് അവരെ പിടിച്ച് കെട്ടിച്ച് വിട്ട് അവരെ ജീവിതം ദുരിതമാക്കാതെ ഇനി ശ്രമിക്കാതെ ആ മക്കൾ നഷ്ടപ്പെട്ടു പോയാലും ഈ അച്ഛനമ്മയ്ക്ക് അതിൻ്റെ കുറവും വിഷമവും എല്ലാം ഉണ്ടാവും. അതുപോലെ ആ ഒരു മരണത്തിന് ഇവരും ഉത്തരവാദികളാണ്. ആ ഫാമിലി എന്താണെന്ന് അറിഞ്ഞിട്ട് പിന്നെയും ഈ മക്കളെ അതിലോട്ട് പറഞ്ഞു വിട്ടാൽ ഇവരും അതിൽ ഉത്തരവാദികൾ തന്നെയെന്ന് ഞാൻ പറയും. അപ്പോൾ എനിക്കിന്ന് ഇത്രയാണ് പറയാനുള്ളത്. സ്ത്രീധനം കൊടുത്ത് ഒരിക്കലും ഒരു സ്വന്തം മക്കളെ കെട്ടിച്ച് വിടരുത്. സ്ത്രീധനം ഒരു വിഷമാണ്. സീരിയസ് പറയാം, സ്ത്രീധനം എന്ന് പറയുന്ന ഒരു മാരകമായ ഒരു വിഷമാണ്. അത് നമ്മൾ നമ്മുടെ മക്കളിൽ തന്നെ കുത്തിവെക്കുന്ന പോലെ ഇരിക്കും അത്. എനിവേ എന്നെനിക്ക് ഇതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.